ജാമ്യം കിട്ടിയാൽ നിശ്ചയിച്ച വിവാഹം ഉണ്ടാകുമെന്ന് കഷായ ഗ്രീഷ്മ. ഇവളിപ്പോഴും കെട്ടാൻ ആൾക്കാരുണ്ടല്ലേ? ആളുണ്ട്. അവനെങ്ങനെ ഒരു കാപ്പി ചായ കൊണ്ടു കൊടുക്കും? ഇത്തിരി വെളിവില്ലാത്തവനാണോ? ഇച്ചിരി ഗ്ലാമർ ഉള്ളതുകൊണ്ട് എല്ലാം, സൗന്ദര്യം ഉള്ളതുകൊണ്ട് എല്ലാം തികഞ്ഞതായിരിക്കുമല്ലോ. നിരപരാധിയൊക്കെ ആയിരിക്കും. അത് കുറഞ്ഞു കഴിഞ്ഞ പെണ്ണാണെങ്കിൽ ഒരുത്തിനും തിരിഞ്ഞ് നോക്കത്തില്ല. പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ. ഇത് തന്നെയാണ് മെയിൻ പ്രോബ്ലം. അതുപോലെ തന്നെ വെയിറ്റ്, ഒരു കാര്യം എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഉണ്ടാവും. അപ്പോൾ ഈ വിവാഹം കഴിക്കാനാണ് ഗ്രീഷ്മ അതായത് ജ്യൂസിൽ വിഷം എന്താ കീടനാശിനി കലക്കി കൊടുത്തത്. ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുള്ള ആ ചെറുക്കൻ, ആ കെട്ടാൻ പോണ പയ്യന് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോയെന്ന് പോലും ഒരു ഡൗട്ടുണ്ട്. കാരണം അതെങ്കിൽ ജാമ്യം കിട്ടിയാൽ അപ്പം തന്നെ കെട്ടാൻ നിൽക്കുകയെന്നൊക്കെ പറയുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ച ആളെ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആരെയോ രക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുന്നുണ്ട്. എന്തോ കൂടെ പദ്ധതിയുണ്ട്. പിന്നെ ഞാൻ പല വാർത്തകളിലൊക്കെ കണ്ടിട്ട് ഒരു കുസലും ഇല്ലാന്നിരിക്കുന്നത്. സാധാരണ ഒരു പെൺകുട്ടികളാണ് എന്തെങ്കിലും പെട്ടെന്ന് ഭയക്കും. ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ എന്തെങ്കിലും ഭയക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ചില പ്രതികളൊക്കെ കിടന്ന് അയ്യോ എനിക്ക് കുടുംബത്തിൽ ഇതൊക്കെയുണ്ട് ഇതുണ്ട് എന്നുള്ളത്. ഈ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അതായത് പെട്ടെന്ന് ഒരു വികാരമുള്ള കുസലും ഇല്ലാതെ കൂളായിട്ടാണ് നടന്നത്. വിധി കേട്ടിട്ടൊരു ഭയമോ രീതിയോ ഒന്നുമില്ല. ഒരു കുസല് പോലും ഇല്ലാണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയോ ഇവരൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പിൻബലം കൊടുക്കുന്നുണ്ട്. വലിയൊരു നിഗൂഢത ഈ കേസിലുമുണ്ട്.